വിധിച്ചിരിക്കുന്നത്. അതായത് കോടതി വ്യക്തമാക്കുന്നത് ഈ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ റിമാൻഡ് കാലാവധിയിൽ, അതായത് വിചാരണ തടവുകാരനായി എത്ര വർഷത്തോളം കിടന്നു അത് ഇതിൽ നിന്നും കുറയ്ക്കാം. റിമാൻഡ് കാലാവധി ഇളവ് ചെയ്തു. ഇളവ് ചെയ്യുമ്പോൾ 7 വർഷത്തോളം പൾസർ സുനി റിമാൻഡ് പ്രതിയായിട്ട് വിചാരണ. പൾസർ സുനി 7 വർഷം. നമസ്കാരം. അങ്ങനെ നടിയെ ആക്രമിച്ച കേസിലെ വിധി വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വിധി വന്നിരിക്കുകയാണ്. ഈ ഒരു വിധി നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. എന്നാലും എനിക്ക് ഈ ഒരു വിധിയെ കുറിച്ച് 2 വാക്ക് സംസാരിച്ചേ പറ്റൂ. വലിയൊരു വിധി വന്നിട്ടുണ്ട്. അതായത് 20 വർഷം തടവും 50,000 രൂപ വീതം പിഴയും. എങ്ങനെയുണ്ട് വിധി? ഒരു പെണ്ണിന്റെ മാനത്തിന് വേണ്ടിയിട്ട് ആ ഒരു ജഡ്ജി വിധിച്ച ശിക്ഷയാണിത്. 20 വർഷത്തെ തടവും 50,000 രൂപ വെച്ച് പ്രതികൾക്ക് പിഴയും. എങ്ങനെയുണ്ട്? ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു രാത്രിയില്, ഭയാനകമായിട്ടുള്ള ആ ഒരു രാത്രിയില് ലൈംഗികപരമായിട്ട് താങ്കളെ ആരൊക്കെയോ പിച്ച് ചീന്തിയതിന് ഒരു കോടതി വിധിച്ച ശിക്ഷയാണിത് പ്രതികൾക്ക്. വെറും 20 വർഷം തടവും 50,000 രൂപ പിഴയും. അതും 50,000 രൂപ പിഴയൊക്കെ എന്തിനാണ്? മൂക്കുപൊടി വാങ്ങിക്കാനാ? അങ്ങനെയാണോ? ആ ഒരു പെൺകുട്ടി അന്നത്തെ രാത്രിയിൽ അനുഭവിച്ചിട്ടുള്ള മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് നിങ്ങൾ വിധിച്ചിട്ടുള്ള ശിക്ഷയാണോ ഇത്? ഇതിലും നല്ലത് അവരെ അങ്ങോട്ട് വെറുതെ വിടാൻ പാടില്ലായിരുന്നോ? മെയിനായിട്ട് ഇതൊക്കെ ചെയ്യാൻ പ്രേരിപ്പിച്ച ആൾക്ക് യാതൊരു ശിക്ഷയുമില്ല. നിങ്ങളൊക്കെ ചോറ് തന്നെയാണോ തിന്നുന്നത്? എനിക്ക് മനസ്സിലാവാനായിട്ട് ചോദിക്കുകയാണ്. ഒരു പെൺകുട്ടി എന്ത് വേണമെങ്കിലും കള്ളം പറയാൻ പറ്റും. ഒരു പെൺകുട്ടി ഈ ഒരു സമൂഹത്തിന് മുമ്പിൽ വന്നിട്ട് തന്നെ ഇത്രയും പേര് ചേർന്ന് ഇങ്ങനെ ഒരു കാര്യം തന്നോട് ചെയ്തു എന്നുള്ള കാര്യം മുന്നോട്ട് വന്ന് വിളിച്ചു പറയുമ്പോ ഈ ഒരു നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? പെണ്ണിന്റെ മാനത്തിന് ഒരു വിലയും ഇല്ലേ? എനിക്കറിയാൻ പാടില്ലാണ്ട് ചോദിക്കുകയാണ്. ഒരു പെൺകുട്ടിയുടെ മാനത്തിന് യാതൊരു വിലയുമില്ലേ? ഒരു പെൺകുട്ടി ഈ സമൂഹത്തിന് മുമ്പിൽ വന്നിട്ട് വിളിച്ചു പറയാണ്, എന്നെ ഇത്രയും ആളുകൾ ചേർന്നിട്ട് ഇങ്ങനെ ഒരു ക്രൂരകൃത്യം എന്നോട് ഇവര് ചെയ്തു എന്ന് മുന്നോട്ട് വന്ന് പറയുമ്പോ അതിലൊരു ഇത്രയെങ്കിലും കഴമ്പുണ്ടോ? എന്തൊക്കെയാണ് ഇവിടെ ചെയ്തത്? എന്തൊക്കെയാണ് നടന്നത്? ആരാണ് ഇതെല്ലാം ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്നൊന്നും നിങ്ങൾക്ക് അറിയാൻ യാതൊരു താല്പര്യമില്ലേ? ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന പരസ്യമായിട്ടുള്ളൊരു രഹസ്യമാണ്. കോടതിയിലെ ആളുകള് എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്തേ എന്ന് എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. ഒരു പെണ്ണിന്റെ മാനത്തിനാണ് നിങ്ങൾ ഈ വിലയിട്ടത്. അത്രയും ക്രൂരത അവളോട് ചെയ്ത ആളുകൾക്ക് വെറും 20 വർഷം തടവും 50,000 രൂപ പിഴയും. അതിലും എന്താ പറയാ, കോടതി പറയുന്നത് ഇത്രയും വർഷത്തെ ശിക്ഷ അനുഭവിച്ചത് ഈ ഒരു 20 വർഷത്തിൽ നിന്ന് വെട്ടിക്കുറയ്ക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇനി വെറും ഉള്ളത് എത്രയാണ്? 13 വർഷം എങ്ങാണ്ട്. പൾസർ സുനിക്കൊക്കെ കിട്ടാൻ പോകുന്ന ശിക്ഷയാണ് വെറും 13 വർഷത്തെ തടവ്. 50,000 രൂപ എന്നൊന്നും പറയണത് അവർക്കൊരു രൂപയേ ആവില്ല. ലക്ഷറി ജീവിതം നയിക്കുന്ന ഇവർക്ക് 50,000 രൂപയൊക്കെ എന്താണ്? ഒന്നുമല്ല. ഈ ഒരു കേസ് പുറത്തു വന്നത് നടിയെ ആക്രമിച്ച കേസ് എന്ന് പറഞ്ഞിട്ടാണ്. അതായത് ഒരു ഫേമസ് ആയിട്ടുള്ള നടിയെയാണ് ഇവിടെ ആക്രമണത്തിന് ഇരയാക്കിയിട്ടുള്ളത്. അപ്പൊ സാധാരണക്കാരന്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. പണമുള്ളവന് സാധാരണക്കാരന്റെ മേത്ത് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നല്ലേ ഇതിനർത്ഥം? ഈ സൊസൈറ്റിയില് സാധാരണക്കാരന്റെ ജീവിതം പണക്കാരന് ചവിട്ടി മെതിക്കാം, ഒരു കുഴപ്പമില്ല അല്ലെ? ഇത്രയും ഫേമസ് ആയിട്ടുള്ള ആ ഒരു നടിയെ ഇവർക്ക് ഒന്നും, നടി അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു വിലയും ഇവർ കൊടുക്കാതെയാണ് ഈ ഒരു എന്താ പറയാ ശിക്ഷ ഇവർ നടപ്പാക്കിയിട്ടുള്ളത്. അപ്പൊ സാധാരണക്കാർക്കൊന്നും ഒരു വിലയില്ല. സാധാരണക്കാരന്റെ ജീവനോ ജീവിതത്തിനോ മാനത്തിനോ അഭിമാനത്തിനോ ഒന്നും യാതൊരു വില ഇവിടെ ഇല്ല. പണം മാത്രമാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ഈ ഒരു കാര്യത്തെക്കുറിച്ച്, ഈ ഒരു വിധിയെക്കുറിച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു റിട്ടയർഡ് ജഡ്ജി പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. വർഷം കഠിന തടവ് എന്നതാണ് 376B ചുമത്തുന്ന കേസിലെ മിനിമം ശിക്ഷ. അത് തന്നെയാണ് ഞാനും മനസ്സിലാക്കിയേക്കുന്നത്. മിനിമം ശിക്ഷയാണ് കൊടുത്തേക്കുന്നത്. അത് ഇങ്ങനൊരു കേസ്, അതുപോലെ ഇത്രയും പ്രമാദമായ ഒരു പ്രമാദം എന്ന് പറഞ്ഞാൽ ഒരു നിരാലംബയായ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് അതിനെ
മാത്രമേ ഉള്ളൂ. അതിന് ഇത്രയും പേര് കാടന്മാര് വരെ ഇത്രയും കാടത്തമാനെ കാണിച്ച് അതിനെ പിച്ചു ചീന്തിയ കേസിനകത്ത് മിനിമം സെന്റൻസ് മതി എന്ന് കോടതി തീരുമാനിച്ചു. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അഫ്കോഴ്സ് കോടതിയുടെ വിവേചനാധികാരമാണ് ഈ ശിക്ഷ. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു? അയാള് വളരെ പുച്ഛഭാവത്തോടു കൂടിയിട്ടാണ് ഈ ഒരു കേസിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഒരു ചിരി അയാളുടെ മുഖത്ത്, പുച്ഛമായിട്ടുള്ള ഒരു ചിരി അയാളുടെ മുഖത്ത് ഉണ്ടെന്ന് ഇയാളുടെ ഈ ഒരു വോയിസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത്രയും ഫേമസ് ആയിട്ടുള്ളൊരു കേസിന് വിധി വരുമ്പോ മലയാളികളായിട്ടുള്ള ജനങ്ങൾ ഒന്നടങ്കം ഇതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. എന്താണ് നടക്കാൻ പോകുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു കേസിനാണ് ഇതുപോലത്തെ ഒരു വിധി ഇവിടെ വന്നിട്ടുള്ളത്. ഇവർക്ക് തന്നെ, ഈ ഒരു റിട്ടയർഡ് ജഡ്ജിക്ക് തന്നെ ഇവിടെ ആശ്ചര്യം വന്നു പോവുകയാണ്. അവർ ചോദിക്കുന്നു, എന്താണ് ഇങ്ങനെയൊക്കെ വന്നതെന്ന് എനിക്കറിയില്ല എന്ന്. കാരണം ലോകത്ത് എവിടെയും നടക്കാത്തൊരു കാര്യമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. നമ്മുടെ നിയമങ്ങളൊന്നും പോരാ. നമ്മുടെ നിയമങ്ങളിലൊക്കെ ഒരുപാട് പഴുതുകളാണ്, ഓട്ടകളാണ്. ആ ഓട്ടയെ കൂടെ ആർക്ക് വേണമെങ്കിലും തെന്നി മാറി ഇറങ്ങി പോകാവുന്നതാണ്. അത്രേ ഉള്ളൂ. മറ്റേ ഈ ഒരു അറബ് രാജ്യങ്ങളിലൊക്കെ ശിക്ഷ നടപ്പാക്കുന്നത് പോലെ പബ്ലിക് റോഡിൽ വെച്ച് തല വെട്ടുന്നതും കൈ വെട്ടുന്നതും കാല് വെട്ടുന്നതും ഒക്കെ ഇന്നത്തെ സമൂഹത്തിലുള്ള ആളുകൾ കാണുമായിരുന്നെങ്കിൽ ആ ഒരു പേടി കൊണ്ടെങ്കിലും ഇവര് ഒരു തെറ്റും പിന്നെ ചെയ്യാതിരിക്കുമായിരുന്നു. അറബ് നാട്ടുകളിലൊക്കെ അങ്ങനെയാണ്. അവര് എന്ത് ശിക്ഷ ചെയ്താലും ആ ഒരു ശിക്ഷ നടപ്പാക്കുന്നത് പബ്ലിക് റോട്ടിൽ വെച്ചിട്ടാണ്. അതായത് മറ്റുള്ള ജനങ്ങൾ ഇത് കാണണം, കണ്ടിട്ട് ഭയപ്പെടണം. ആ ഒരു ശിക്ഷ എന്താണെന്ന് ഇവർ കണ്ടറിയണം, അതിന്റെ വേദന എന്താണെന്നുള്ളത് കണ്ടറിയണം. എന്നിട്ട് ഈ ഒരു ശിക്ഷ ഇനി ഇവിടെ ആവർത്തിക്കാതിരിക്കണം എന്നുള്ള രീതിയിൽ ആ ഒരു ചിന്താഗതിയോട് കൂടിയിട്ടാണ് ഇവർ ഇങ്ങനെ ശിക്ഷ നടപ്പാക്കുന്നത്. പക്ഷെ നമ്മുടെ കേരളത്തിലെ അവസ്ഥ എന്താണ്? നമ്മുടെ ഇന്ത്യയിലെ അവസ്ഥ എന്താണ്? ഒന്നുമില്ല. ആർക്കാരാണെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാം. പാവപ്പെട്ടവരുടെ ജീവിക്കാൻ ഒരു അവകാശവും ഇല്ല. പണക്കാരന് മാത്രം വേണ്ടിയിട്ടാണ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യം ഇപ്പം എന്താ പറയാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പണക്കാരന് മാത്രം ജീവിക്കാനുള്ള ഒരു സംവിധാനങ്ങളെ ഇവിടെ ഉള്ളൂ. പാവപ്പെട്ടവന് ജീവിതമില്ല, ജീവിതത്തിൽ യാതൊരു കാര്യങ്ങളും ആഗ്രഹിക്കാനും പാടില്ല, അവന് അഭിമാനവും പാടില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് അടിവരയിട്ട് ഉറപ്പിക്കാവുന്നത്. കഷ്ടം തന്നെ. ഇവിടുത്തെ നിയമ വ്യവസ്ഥകളൊക്കെ എന്ന് മാറുന്നോ അന്ന് ഇവിടെയൊക്കെ ആളുകൾക്കെങ്കിലും കുറച്ച് ബോധവിവരം നന്നാവുള്ളൂ. അല്ലെങ്കിലൊക്കെ ഇതൊക്കെ ഇനി അങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. സ്ത്രീ ഒരിക്കലും എവിടെയും സുരക്ഷിതയുമല്ല. സ്ത്രീകൾക്ക് നേരെയുള്ള എല്ലാ കാമകണ്ണുകൾക്കും ഒരു അറുതിയും വരുന്നില്ല. അവള് വീട്ടിൽ സുരക്ഷിതയല്ല, റോട്ടിൽ സുരക്ഷിതയല്ല, ഓഫീസിൽ സുരക്ഷിതയല്ല, എവിടെയും സ്ത്രീ സുരക്ഷിതയല്ല. എന്താണ് ചെയ്യാം? നമ്മുടെ മഹാത്മാഗാന്ധി ഒരു കാര്യം പറഞ്ഞിരുന്നു, ഇത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് മാത്രമല്ല, ഇതല്ല ശരിക്കും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. നമ്മുടെ നാട്ടില് ഒരു സ്ത്രീക്ക് എന്നാണോ രാത്രി കാലങ്ങളിൽ ആരെയും ഭയപ്പെടാതെ പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നത്, ആ ഒരു കാലം വരുമ്പോഴാണ് ഇന്ത്യക്ക് ശരിക്കും സ്വാതന്ത്ര്യം കിട്ടുക എന്നാണ്. അപ്പം ഇവിടെ ഇപ്പോഴും സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. നമ്മൾ ഇപ്പോഴും അടിമകളാണ്, ഭയപ്പെടണം. ആൺവർഗത്തെ ഭയപ്പെട്ടിട്ട് മാത്രമേ നമുക്ക് സ്ത്രീകൾക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഇപ്പോഴും സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു വിധി ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. അവരെയൊക്കെ നല്ല രീതിയിൽ ശിക്ഷിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ വിധി കേട്ടതും ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ഇതിലും ഭേദം അവരൊക്കെ വെറുതെ വിടായിരുന്നു. എന്തിനു വെറുതെ? മെയിൻ ആയിട്ടുള്ള ആൾക്കാരെ വെറുതെ വിട്ടു. പിന്നെ എന്തിനാണ് ഈ കൃത്യം ചെയ്ത ആൾക്കാരെ മാത്രം മോട്ടിവേഷൻ, അതായത് ചെയ്യാൻ പ്രേരിപ്പിച്ച ആളെയൊക്കെ വെറുതെ വിട്ടു. പ്രേരണ കുറ്റം ഒന്നുമില്ല, അവിടെ ഒന്നും തെളിവുകളില്ല. പക്ഷെ ഇവിടെ മാത്രം തെളിവുകളുണ്ട് ഒരു പേരിന് വേണ്ടിയിട്ട്. എല്ലാരെയും വെറുതെ വിട്ട് സമൂഹം വെറുതെ ഇരിക്കുമല്ലേ, അതിന് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പൊ എന്തായാലും കൊള്ളാം. എനിക്ക് ഇത്രയൊക്കെ ഈ കാര്യത്തിൽ പറയാനുള്ളൂ. കൂടുതലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ ഞാൻ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. അതുപോലെ ആയിരിക്കും. കാരണം കോടതി വിധിയൊക്കെ നമ്മൾ മാനിക്കണമെന്നല്ലേ പറയുന്നത്. ഈ ഒരു കോടതി വിധിയൊക്കെ എങ്ങനെ മാനിക്കാൻ പറ്റും എനിക്കറിയില്ല. എന്തായാലും എന്റെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം എന്തായാലും പുതിയൊരു വീഡിയോ ഇട്ട് കാണുന്നവരേക്കും ബൈ.